നോബിൾ ബാരിക്കാരിലേക്ക്. നോബിൾ നേതാക്കൾ വന്നിറങ്ങിയാണ്. കേരള ഹൗസിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാർ ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഒരുമിച്ചിരുത്തി ആയിരിക്കില്ലല്ലോ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് രാഹുൽ ഗാന്ധി നേതാക്കളെ കാണുമെന്നുള്ളതാണോ? ഖർഗെ വന്ന ശേഷം വീണ്ടും ഒരു കൂടിക്കാഴ്ച എന്ന രൂപത്തിലാണോ കാര്യങ്ങൾ പോവുക? സോണിയാഗാന്ധിയുടെയും പ്രിയങ്കയുടെയും നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാണ്. ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവർ ഇല്ല എങ്കിൽ കൂടിയും അവരെടുക്കുന്ന നിലപാടും നിർണായകമാണല്ലോ. സ്മൃതി, നേതാക്കൾ ഓരോരുത്തരായി ഇപ്പോൾ സോണിയാഗാന്ധിയുടെ 10 ജൻപത് ബസ്തിയിലേക്ക് കയറി പോവുകയാണ്. കോൺഗ്രസിന് എല്ലാ ഘട്ടത്തിലും നിർണായകമായ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴൊക്കെ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ള വീടാണ് ഈ 10 ജൻപത്ത് എന്ന് പറയുന്നത്. ഒരു ട്രബിൾ പരിഹരിക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന് സേഫ് ഇടം എന്ന് വേണമെങ്കിൽ പറയാം. ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ എന്താണെങ്കിലും നേതാക്കൾ കയറിപ്പോയിരിക്കുന്നത്. AP അനിൽകുമാർ, PC വിശ്വനാഥ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതോടൊപ്പം തന്നെ MM ഹസൻ എന്നീ നേതാക്കളാണ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. K സുധാകരൻ അടക്കമുള്ള ആളുകൾ അല്പസമയത്തിനകം തന്നെ എത്തും. K മുരളീധരനും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളും ഷാഫി പറമ്പിൽ അടക്കമുള്ളവരും ദീപാദാസ് മുൻഷിയും ഉടനെ എത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും 10 ജൻപത്തിൽ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഈ പറഞ്ഞ നേതാക്കളെയൊക്കെ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് വൈകിട്ട് മല്ലികാർജ്ജുൻ ഖർഗെ ഈ നേതാക്കളെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നീട് ഒരു ചർച്ച നടത്തി രാഹുലും ഒപ്പം ഖർഗെയും ഇത് ചർച്ച നടത്തി ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്ന വിവരം ഇപ്പോൾ നൽകുന്നുണ്ട്. എന്താണെങ്കിലും ഒരു പക്ഷേ മാറ്റം ഉണ്ടാകുമെന്ന് വ്യക്തമല്ല. പക്ഷേ എങ്കിൽ പോലും നിലവിൽ ലഭിക്കുന്ന പ്രകാരം ഈ നേതാക്കൾ ഇനിയിപ്പോൾ മറ്റു കൂട്ടിയിരുന്നൊരു ഒപ്പം ഏതൊരു ചർച്ചയിലേക്ക് പോകാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ നേതാക്കളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരുപാട് മാധ്യമപ്പടയും അതോടൊപ്പം തന്നെ ഒരുപാട് പോലീസ് മറ്റ് സംവിധാനങ്ങളൊക്കെ എന്നാൽ ഒരുക്കിയിട്ടുണ്ട്. വലിയ ബ്ലോക്കുമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. സോണിയാഗാന്ധി വീണ്ടും മുമ്പാണ്. സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട ഇതുപോലെ ചില തീരുമാനങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ വീണ്ടും മുന്നിൽ ഇത്ര വലിയ ആൾക്കൂട്ടം എന്താണെങ്കിലും ഉണ്ടാകാറുള്ളത്. ഇതിപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇവിടെ നിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്താണെങ്കിലും നേതാക്കൾ എത്തിക്കൊണ്ട് കൂടുതൽ നേതാക്കളുടെയും പ്രത്യേകിച്ച് ഈ പറഞ്ഞ KPCC മുൻ പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ അടക്കമുള്ള ആളുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് എന്താണ് ഇപ്പോൾ സംസ്ഥാനത്തെ സാഹചര്യമെന്ന് ഒരിക്കൽ കൂടി വിലയിരുത്തുന്നു. ജനവികാരം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പ്രതിപാദിക്കപ്പെടും. പ്രത്യേകിച്ച് VD സതീശനെ പിന്തുണയ്ക്കുന്ന നേതാക്കളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ആ ചർച്ചകളൊക്കെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചർച്ചകൾക്കൊടുവിൽ തന്നെ ഇന്ന് ഒരു തീരുമാനത്തിലേക്ക് എന്താണ് ഹൈക്കമാൻഡ് എത്തും എന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ ചർച്ചകൾ 11:30 ആരംഭിക്കും. രാഹുൽ ഗാന്ധി അടക്കമുള്ള അല്പസമയം വളരെ പെട്ടെന്ന് എത്താം. ഈ വാർത്തയിൽ കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നേതാക്കൾ എത്തിയിരിക്കുന്നു സോണിയാഗാന്ധിയെ കാണാനുള്ളതാണ്. രാഹുൽ ഗാന്ധി